ശ്രീ ശേഖർ ജി തമ്പി, ഇന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ വന്ന പൊതു താൽപര്യ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല സർക്കാരിനോട് ചില പരാമർശങ്ങളും ചോദ്യങ്ങളും കോടതി ആരാഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ അങ്ങേയറ്റം ഗുരുതരമായ കണ്ടെത്തലുകൾ അടങ്ങിയ ഒരു പഠന റിപ്പോർട്ട് ഇനിയും പൂഴ്ത്തിവെക്കാനാണോ സർക്കാർ ശ്രമിക്കുന്നത്? തുടർ നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കുക? അത് സത്യവാങ്മൂലമായി കോടതിക്ക് മുൻപാകെ നൽകണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സർക്കാർ നിരത്തുന്ന ന്യായീകരണം അല്ലെങ്കിൽ വാദം എന്ന് പറയുന്നത് ഇതിൽ ഇരകളായവർ അല്ലെങ്കിൽ മൊഴി നൽകിയവർ ഒക്കെ തന്നെ ഇതിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇതൊരു പരാതിയായി സ്വീകരിക്കാത്തതും തുടർ നടപടി എടുക്കാത്തതും എന്നാണ്. ഇതിന്റെ നിയമവശം എങ്ങനെയാണ് ശ്രീ ശേഖർ? പ്രധാനമായും ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഈ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഹേമ കമ്മിറ്റി അന്വേഷണം നടത്തിയതിനു ശേഷം 17 കാര്യങ്ങൾ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളായ 17 കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ 17 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട 7ഓളം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക ചൂഷണങ്ങളും സ്ത്രീകൾ ഈ മേഖലയ്ക്കുള്ളിൽ അനുഭവിക്കുന്ന ലൈംഗികപരമായ ചൂഷണങ്ങളാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായി ഈ മേഖലയിൽ അനുഭവിക്കുന്ന സ്ത്രീകൾ ഏതൊക്കെ തരത്തിലുള്ള ചൂഷണങ്ങളാണ് അനുഭവപ്പെടുന്നത്, എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായും അക്കമിട്ട് നിരത്തി ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് ഇതിനു മുന്നേ തന്നെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാമായിരുന്നു. അത് ആരംഭിച്ചില്ല. ഇന്നിപ്പോൾ ഹൈക്കോടതി ഈ കേസ് കേട്ട സമയത്തും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകൻ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വരികയാണെങ്കിൽ അവർ കേസെടുക്കാൻ തയ്യാറാണെന്നാണ്. അപ്പോൾ സുവമോട്ടോ കേസെടുക്കാൻ ഉള്ള അധികാരം സർക്കാരിനുണ്ട്. സർക്കാരാണ് ഒരു ലോ എൻഫോഴ്സിംഗ് ഏജൻസി ഓഫ് ദ സ്റ്റേറ്റാണ് ലോ എൻഫോഴ്സിംഗ് ഏജൻസി. സ്റ്റേറ്റിന് സുവമോട്ടോ കേസെടുത്ത് അതിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാനുള്ള അധികാരം ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് അത്തരമൊരു സ്റ്റാൻഡ് സ്റ്റേറ്റ് എടുക്കുന്നതെന്ന് അറിയില്ല. അവർ പറയുന്ന കാരണം ഇതിലെ വിക്ടിംസിൻ്റെ വിവരങ്ങൾ അത് കോൺഫിഡൻഷ്യലാണ്, അത് പുറത്തു പോയി കഴിഞ്ഞാൽ അവരെ കരിയറിനെയും അവരുടെ ജീവിതത്തെയും അത് ബാധിക്കുമെന്നാണ്. ഇവിടെ ഇന്ന് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളാണ്, ഏത് കുറ്റകൃത്യമായിട്ട് സ്ത്രീകൾക്കെതിരെയുള്ളതാണെങ്കിൽ അത് IPC ഒഫൻസ് ആകട്ടെ, പോക്സോ ഒഫൻസ് ആകട്ടെ, മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങളായാലും ഇതിൻ്റെ ഒന്നും FIR ഒരു സാധാരണ ഒരു വ്യക്തിക്ക് കിട്ടില്ല. വാദിക്കോ പ്രതിക്കോ അല്ലാതെ മറ്റൊരു വ്യക്തിക്ക് ഇതിൻ്റെ ഒന്നും FIR മറ്റു രേഖകളോ കിട്ടില്ല. ഇതിൻ്റെ പ്രൊസീഡിങ്സ് എല്ലാം തന്നെ രഹസ്യമായിട്ടായിരിക്കും. ഇതിൻ്റെ വിസ്താരം നടക്കുന്നത് ഇൻ ക്യാമറ ആയിരിക്കും. എല്ലാ പ്രൊസീജിയറുകളും ഇൻ ക്യാമറയും രഹസ്യമായിട്ട് നടക്കുമെന്നുള്ള സ്ഥിതിവിശേഷം ഇരിക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊന്നും അറിയില്ല. അതെ, അതാണ് ശ്രീ ശേഖർ, ഇവിടെ ഒരു സംശയം എന്ന് പറയുന്നത് സർക്കാർ നിരത്തുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഇരകളുടെ പേരുവിവരങ്ങൾ പുറത്തു വരരുത് എന്നുള്ളത്, അതീവ രഹസ്യ സ്വഭാവമായിരിക്കണം എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഇവിടെ ഏത് കേസിലായാൽ പോലും സ്ത്രീകൾ അല്ലെങ്കിൽ ഇരയാകുന്നവരുടെ പേരുവിവരങ്ങൾ പൊതുസമൂഹത്തിന് മുൻപാകെ വെളിപ്പെടുത്തുകയില്ല. അത് ഒന്നാമതായി ഇരിക്കെ ഇതിൽ സംരക്ഷിക്കപ്പെടേണ്ടത് ആരാണ്? അതായത് വേട്ടക്കാരുടെ പേരാണോ പുറത്തു വരാതിരിക്കേണ്ടത്, പ്രതികൾ സ്ഥാനത്തുള്ളവരുടെ പേരാണോ പുറത്തു വരാതിരിക്കേണ്ടത് എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അവിടെ സർക്കാരിന് മറുപടിയില്ല. പക്ഷേ എന്തുകൊണ്ട് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറ്റൊരു വാദം സർക്കാർ നിരത്തുന്നത് ഈ മൊഴിയിൽ ഇര ഉറച്ചു നിൽക്കുമോ എന്നറിയില്ല എന്നാണ്. ഇതൊക്കെ നോക്കിയിട്ടാണോ ഒരു ക്രിമിനൽ കുറ്റത്തിൽ കേസെടുക്കണോ വേണ്ടയോ എന്ന് സ്റ്റേറ്റ് തീരുമാനിക്കുന്നത്? നിലവിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിന് കേസെടുക്കാം. തൻ്റെ മൊഴിയിൽ ഇര ഉറച്ചു നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. അതൊരു കേസ് വിസ്താരവേളയിലേക്ക് പോകുമ്പോഴുള്ള കാര്യമാണ്. ഇര അവരുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം. നിലവിൽ നിയമ നടപടികൾ ആരംഭിക്കാൻ നിലവിലെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സർക്കാരിന് സാധിക്കും.